മാധവ് കരയാതെ പോയിട്ടില്ല. എൻ്റെ 2 മക്കളും ഇവിടെയാണ്. എൻ്റെ മൂത്ത മോൻ മാധവ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. എന്ത് കാര്യത്തിനും അമ്മ അപ്പ അല്ലെങ്കിൽ അപ്പൂപ്പൻ അമ്മമ്മ ഇങ്ങനെ പറയുന്ന ഒരാളാണ്. ഇവിടെ ഞങ്ങളൊരു 1.5 ഇയേഴ്സ് മുന്നേ ഒരു ഫങ്ഷൻ ഉണ്ടായിരുന്നു. ബാലഗോകുലത്തിൻ്റെ ഒരു പരിപാടി ഉണ്ടായി. അപ്പോൾ വീട്ടിൽ വെച്ചിട്ട് ഈ പറയുന്ന മാതിരി നല്ല തകർത്ത പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ സ്റ്റേജിൽ കയറി കഴിഞ്ഞപ്പോൾ അവർക്ക് പാട്ട് പാടിയില്ല. അവിടെ അമ്മായോ അപ്പായോ എന്ന് പറഞ്ഞിട്ട് ഈ കരച്ചിലായിരുന്നു. ഞങ്ങൾ സ്റ്റേജിൽ കയറണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര നിലവിളിയായിരുന്നു. ഞാൻ സ്റ്റേജിൽ കയറി, നമ്മ സ്റ്റേജിൽ കയറി, പക്ഷെ അപ്പോഴും അവൻ പാട്ട് പാടുന്നില്ല. അതിനുശേഷം ഞങ്ങൾ അവൻ്റെ കൂടെ ഞങ്ങളൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കി പാട്ട് പാടാൻ. അപ്പോഴും മാധവ് റെഡി ആവുന്നില്ല. അങ്ങനെയുള്ളൊരു മാധവ് ഇപ്പൊ നിങ്ങൾ എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് ഇപ്പൊ ഒരു പാട്ട് പാടിയിരിക്കുക. ഞാൻ അപ്പുറത്തെ റൂമിൽ കേൾക്കുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി എ പ്രൗഡ് മൊമെന്റ് ആയിരിക്കും. ഇറ്റ്സ് ഓൺലി ബിക്കോസ് ഓഫ് ലിറ്റിൽ ഗ്രാജുവേറ്റ്സ്. താങ്ക് യു എ ലോട്ട്. താങ്ക്സ് എ ലോട്ട് ലോട്ട് ലോട്ട്. അത് തന്നെയാണ് എൻ്റെ മെയിൻ എയിം. അതായിരുന്നു ഞാനിവിടെ വന്നപ്പോൾ ഞാൻ എമ്മയെടുത്ത് പറഞ്ഞ മെയിൻ ഒരു കാര്യം. എൻ്റെ മൂത്ത ആള് ഷൈ ആണ്, ഭയങ്കര ഷൈ ആണ്, ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആണ്. എനിക്ക് അവൻ ആ അപ്പ അമ്മ എന്നുള്ള ആ ഒരു നക്ഷലിന്ന് പുറത്തേക്ക് വരണം. ഐ വോണ്ട് ഹിം ടു ബി ഇൻഡിപെൻഡൻറ്റ്. ബിക്കോസ് ഞാൻ ഭയങ്കര ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഉള്ള ഒരാളായതുകൊണ്ട് എൻ്റെ മൂത്ത മോൻ ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആവുന്നതിനോട് എനിക്ക് അത്രയും താല്പര്യമില്ലായിരുന്നു. സോ ഐ വോണ്ട് ഹിം ടു ബി ഇൻഡിപെൻഡൻറ്റ്. ഷൈനസ് ഒക്കെ മാറണം, അതായിരുന്നു എൻ്റെ. അതേപോലെ മാധവ് പലയിടത്തും സമ്മർ ക്യാമ്പും അതിനുശേഷം ഫുൾ പ്രീ KG ടൈമിലൊക്കെ ചെയ്ത് ഈ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ മാധവ് കരയാതെ പോയിട്ടില്ല. എങ്ങനെയെങ്കിലും അവന് തിരിച്ച് വീട്ടിലെത്തണം. ഇതാണ് മാധവ്. പക്ഷെ ഇപ്പോ രാവിലെ കണ്ണു തുറക്കുമ്പോ എനിക്ക് ലിറ്റിൽ ഗ്രാജുവേറ്റ്സിൽ പോയാൽ മതി. സോ ഒരു എന്താ പറയുന്നത്, സ്കൂളിൽ പോകാൻ മടിയുള്ള ഒരാള് ഇപ്പൊ ഇവിടുന്ന് തിരിച്ചു വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈവനിങ് 3:30 to 6:30 ഇതാണ് ഇവന്റെ ഇവിടുത്തെ ടൈം. ഇവിടെ വരാൻ വേണ്ടിയിട്ട് ഉറങ്ങു പോലും ഇല്ല ആള് വീട്ടിൽ. ഉച്ചയ്ക്ക് സാധാരണ ഒരു 2 മണിക്കൂറെങ്കിലും മിനിമം കിടന്ന് ഉറങ്ങുന്ന ഒരാള് ഇപ്പൊ ഉറക്കം ഇവിടെ വരാൻ വേണ്ടി. ഉറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ലിറ്റിൽ ഗ്രാജുവേറ്റ്സിൽ പോകാൻ പറ്റില്ല. അപ്പോൾ അതാണ് മാധവിന്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. സോ വെരി ഹാപ്പി ഫോർ ദാറ്റ്. ഇത്തരമുള്ള ഒരു പോസിറ്റീവ് ചേഞ്ച് ദാറ്റ് ഈസ് ഓൺലി ബിക്കോസ് ഓഫ് യു പീപ്പിൾ. താങ്ക് യു രമ്യ, താങ്ക് യു സരിത മാം, ചേച്ചിമാര്. പിന്നെ സെക്കൻഡ് ഗൗതം, ഒരു സെമി ഹൈപ്പർ എന്നൊക്കെ പറയാൻ പറ്റും ഇല്ലേ ചേച്ചി? ഒരു സെമി ഹൈപ്പർ, അതായത് ഹൈപ്പറും അല്ല എന്നാൽ നോർമൽ ആയിട്ടുള്ള ഒരു സാധനമല്ല. ഒരു സെക്കൻഡ് ഒരു സ്ഥലത്ത് ഇപ്പൊ നിങ്ങൾക്ക് തന്നെ കാണാം, അവന് ഒരു സെക്കൻഡ് ഇരിക്കത്തില്ല. ഇത് തന്നെയാണ് ഞങ്ങളുടെ പ്രശ്നം. എൻ്റെ അമ്മ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരാളായിരുന്നു. ഗൗതം വന്നോടെ ഭയങ്കര വെയിറ്റ് ലോസാ ഞങ്ങൾക്ക്. കാരണം ആളിരിക്കത്തില്ല, ഞങ്ങളെ ഇരുത്തത്തില്ല. അതാണ് ഗൗതം. മൈ ലൈഫ് മൈ വേ മൈ റൂൾ. ഇത് 1 വയസ്സ് മുതൽ ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. ആള് നമ്മളുടെ വഴിക്ക് വരില്ല, നമ്മൾ അവന്റെ വഴിക്ക് പോയാലേ പറ്റുള്ളൂ. സോ ഇവിടെ ഞാൻ എന്ത് കാര്യം രമ്യടുത്ത് വന്ന് പറയുമ്പോൾ രമ്യ പറയും ലെറ്റ് ഇറ്റ് ബി, അവൻ ശരിയായിക്കോളും. ഇപ്പൊ ആയി എനിക്ക് വഴക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയാ. വീട്ടില് ഞാൻ വഴക്ക് പറയാം, അതങ്ങനെയല്ലേ ഇങ്ങനെയല്ല ഇങ്ങനെയാ ചെയ്യണ്ടേ, നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അപ്പ ഭയങ്കര നിലവിളിയാ. കാരണം ഇവിടെ അവന്റെ ആ പ്രിൻസിപ്പൽ ഫോളോ ചെയ്യുന്ന ഒരു സ്കൂളാണ്.